മോശയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫറോവയുടെ ദുർഭരണത്തിൽ നിന്നും സ്ലേവറിയിൽ നിന്നും ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചുകൊണ്ട് ചെങ്കടൽ കടന്ന കഥ. പക്ഷേ ഇത് മോഡേൺ അമേരിക്കയിലെ മോശയുടെ കഥയാണ്. 1822 അമേരിക്കയിലെ മേരിലൻഡിലെ ഡോച്ചസ്റ്റർ കൗണ്ടിയിൽ ഹാരിയറ്റ് റിറ്റ് ഗ്രീനിൻ്റെയും ബെൻ റോസിൻ്റെയും മകളായിട്ടാണ് അരമിൻഡ മിൻഡി റോസിൻ്റെ ജന്മം. മിൻഡിയുടെ പേരൻസിനെ 2 ഡിഫറെൻറ്റ് വ്യക്തികളാണ് സ്ലേവ് ആക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ലേവറി കാരണം ചെറുപ്പത്തിലെ മിൻഡിയുടെ കുടുംബം സെപ്പറേറ്റഡ് ആയി കഴിയേണ്ടി വന്നു. ഒരു ദിവസം ഒരു ഓവർസിയർ മറ്റൊരു തൊഴിലാളിക്ക് നേരെ എറിഞ്ഞ ഇരുമ്പിൻ്റെ ഒരു വെയിറ്റ് നേരെ ചെന്ന് മിൻഡിയുടെ തലയിൽ വന്ന് പതിക്കുകയായിരുന്നു. ആ പരിക്കിന് ശേഷം മിൻഡിക്ക് സ്ഥിരമായി തലവേദനയും സ്ലീപ്പിംഗ് സ്പെൽസും ഉണ്ടാകാൻ തുടങ്ങി. ഇന്നത്തെ മോഡേൺ മെഡിസിൻ പ്രകാരം അന്ന് മിൻഡിക്ക് ഉണ്ടായിരുന്നത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന കണ്ടീഷൻ ആയിരിക്കാമെന്ന് സംശയിക്കുന്നു. മിൻഡിയുടെ 2 സഹോദരിമാരെ നേരത്തെ തന്നെ അടിമകളാക്കി വിറ്റിരുന്നു. പക്ഷെ മിൻഡിയുടെ ഈ കണ്ടീഷൻ കാരണം ഇന്ത്യയെ വാങ്ങിക്കാൻ അന്ന് ആളുകളില്ലായിരുന്നു. അങ്ങനെ മിൻഡിയുടെ ഫാദറിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് പല ജോലികളും ചെയ്ത് മേരിലൻഡിൽ ജീവിച്ചു. ജോൺ ടബ്മാൻ എന്ന ഫ്രീ വ്യക്തിയെ വിവാഹം ചെയ്തുകൊണ്ട് മിൻഡി ഹാരിയറ്റ് ടബ്മാൻ എന്ന പേര് സ്വീകരിച്ചു. 1849 ഹാരിയറ്റിനെ അടിമയാക്കി വെച്ച വ്യക്തി മരിച്ചതിന് ശേഷം അവരുടെ ഭാര്യ ഒരുപക്ഷെ അവരെ വിറ്റേക്കാമെന്ന് കരുതി ഹാരിയറ്റും 2 സഹോദരങ്ങളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. പക്ഷെ അന്നത്തെ അവരുടെ ആ ശ്രമം പാതി ദൂരത്തിൽ വെച്ച് പരാജയപ്പെട്ടു. ഹാരിയറ്റിന്റെ സഹോദരങ്ങൾ അതിനുശേഷം ആ പദ്ധതി ഉപേക്ഷിച്ചെങ്കിലും ഹാരിയറ്റ് അതേ വർഷം തന്നെ മറ്റൊരു ശ്രമം നടത്തി. ഇത്തവണ ഹാരിയറ്റ് അന്ന് അമേരിക്കയിൽ പ്രവർത്തിച്ചിരുന്ന അണ്ടർഗ്രൗണ്ട് റെയിൽ റോഡ് എന്ന രഹസ്യ സംഘടനയുടെ സഹായത്തോടു കൂടി ഫിലാഡൽഫിയയിലേക്ക് രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെടലിന് ശേഷം ഹാരിയറ്റ് പിന്നീട് 13 തവണ തിരിച്ച് മേരിലൻഡിലെത്തി അവരുടെ കുടുംബാംഗങ്ങളടക്കം പലരെയും സ്ലേവറിയിൽ നിന്ന് മോചിപ്പിച്ച് നോർത്തിലേക്ക് കടത്തി. പിന്നീട് അമേരിക്കൻ സിവിൽ വാറിന്റെ കാലത്ത് യൂണിയൻ ആർമിയുടെ സ്കൗട്ടായും നേഴ്സായും ഒക്കെ ഹാരിയറ്റ് പ്രവർത്തിച്ചു. 1863 യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മിലിറ്ററി റെയ്ഡ് നടത്തിയ വനിത ഹാരിയറ്റ് ആയിരുന്നു. അടിമകളാക്കപ്പെട്ടവരുടെ അവകാശത്തിനു വേണ്ടിയും അവരുടെ റീഹാബിലിറ്റേഷനു വേണ്ടിയും ഹാരിയറ്റ് ഓടി നടന്ന് പ്രവർത്തിച്ചു. പിന്നീട് 1880കളിൽ സ്ത്രീകളുടെ വോട്ടിംഗ് അവകാശത്തിനു വേണ്ടിയും ഹാരിയറ്റ് പോരാടി. പക്ഷെ ഇത്രയൊക്കെ പോരാടിയ ഹാരിയറ്റിന് യൂണിയൻ ആർമിയിലെ തന്റെ സേവനത്തിന് ലഭിക്കേണ്ടിയിരുന്ന പെൻഷൻ നിരസിക്കപ്പെട്ടു. വർഷങ്ങളുടെ നിഷേധത്തിന് ശേഷം 1899 മാത്രമാണ് ഹാരിയറ്റിന് മാസം $20 എന്ന നിരക്കിൽ ആ പെൻഷൻ അനുവദിച്ചത്. പക്ഷേ ഇതിൽ ഐറണി എന്താണെന്ന് വെച്ചാൽ 2016 US ഗവൺമെൻറ് പുതുതായി ഇറങ്ങാനിരിക്കുന്ന $20 ബില്ലിൽ ഹാരിയറ്റ് ടബ്മാൻ്റെ ചിത്രം നൽകുന്നു.